ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. കൊച്ചിയുടെ പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് പുതിയ കരുത്തേകാൻ മൂന്നാമത് റോറോ വെസൽ വഴിയൊരുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചിയുടെ പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് പുതിയ കരുത്തേകാൻ മൂന്നാമത് റോറോ വെസൽ വഴിയൊരുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ വെസൽ സേതുസാഗർ 3ന്റെ ഉദ്ഘാടനം വൈപ്പിൻ ബോട്ട് ചെട്ടിയിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നഗരസഭയുടെ പൊതുഗതാഗത സംവിധാനത്തിന് ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് മൂന്നാമത് റോറോ വെസലിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ റോറോ സംവിധാനം ഏർപ്പെടുത്തിയ ഒരു സ്ഥലമാണ് കൊച്ചി. ഞാൻ തന്നെ പല പ്രാവശ്യം ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ റോറോ സർവീസ് നിരവധി പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് റോറോയിലൂടെ യാത്ര ചെയ്യുക എന്നത്. അപ്പോൾ ഏറ്റവും ഫലപ്രദമായ സംവിധാനം കൊച്ചിയിലുള്ളവർക്ക് നഗരത്തിലേക്കും നഗരത്തിലുള്ളവർക്ക് കൊച്ചിയിലേക്കും പശ്ചിമ കൊച്ചിയിലേക്കും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആധുനികമായ ഒരു സംവിധാനമാണ്. നമുക്ക് ഇനിയും കൂടുതൽ റോറോകൾ വേണം എന്നാണ് ആഗ്രഹം. കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പു പറയുന്നു, കൊച്ചിയിലേക്ക്, പശ്ചിമ കൊച്ചി ഉൾപ്പെടെയുള്ള നമ്മുടെ കൊച്ചിയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ടൂറിസ്റ്റുകൾ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതിനാവശ്യമായ നിരവധി പദ്ധതികളാണ് കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിൽ ആദ്യം ചെയ്തത് കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കാനുള്ള 190 MLD എന്ന പദ്ധതിക്ക് 590 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരമാണ് ആദ്യം ഈ സർക്കാർ കൊച്ചിക്ക് വേണ്ടി വലിയ സമ്മാനമാണ്. രണ്ടാമത് നമ്മൾ കൊച്ചി ബീച്ചിലെ ടൂറിസം നമ്മൾ ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ആ ബീച്ച് ഏറ്റവും ഗംഭീരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. മൂന്നാമതായി, ഇന്ത്യയിൽ എങ്ങുമില്ലാത്ത ഒരു ഓഷ്യൻ ഏരിയ കൊച്ചിയിൽ വരാൻ പോവുകയാണ്. ഓഷ്യൻ ഏരിയ ഏറ്റവും മനോഹരമായ 40 ഏക്കറിൽ പുതുവൈപ്പിലെ 40 ഏക്കർ വരെയാണ്. ഈ രാജ്യത്ത് എങ്ങുമില്ലാത്ത ടൂറിസ്റ്റ് ഏരിയ വരെയാണ്. അത് ലോകത്തെ എല്ലായിടത്തുമുള്ള ടൂറിസ്റ്റുകൾ വരെയാണ്. പിന്നെ കൊച്ചിക്ക് സമീപം ഫിലിം സിറ്റി വരെയാണ്. കൊച്ചിക്ക് സമീപം, അത് കൊച്ചിയിലല്ല, കൊച്ചിയുടെ പുറത്താണ്, നല്ല കൊച്ചിയോട് ചേർന്നടക്കുന്ന ഒരു സ്ഥലത്താണ്. അതെല്ലാം പറയുന്നത് വിശാല കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം കൂടി വരികയാണ്. വലിയ ടൂറിസം കേന്ദ്രമായി നമ്മുടെ കൊച്ചി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനുള്ള വലിയ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുന്നത്. വലിയ മാറ്റം കൊച്ചിയിലുണ്ടാവും. എന്തായാലും ഈ ഓരോ സർവീസ് അതിന്റെ എല്ലാം തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മേഖലയും ഭരണസമിതി അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പ്രത്യേക ഒരു അഭിനന്ദനം കൂടിയുണ്ട്. എന്താ അഭിനന്ദനം? സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കൂടി അനുവദിച്ചത് കൊച്ചി നഗരസഭ നമ്മളെ രക്ഷിച്ചിരിക്കുക. സംഭവം തുടങ്ങിയത് ഞാൻ പറയണ്ടല്ലോ. എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, സ്ത്രീകൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ സർവീസ് ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഈ റോറോയിലേക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന ഈ സേവിങ്സ്, ആ പണം നിങ്ങൾ മാറ്റിവെക്കണം. അത് ഞാനൊരു KSF ഒരു പിങ്ക് ചിട്ടി തുടങ്ങുന്നു. അതിന് ചേർത്താൽ തുടങ്ങുന്നത് ഈ പൈസ മാറ്റിവെക്കണം. സ്ത്രീകൾക്ക് സ്വന്തമായി അവർക്കൊരു സമ്പാദനം ഉണ്ടാവും. അടിയൊക്കെ കൊടുക്കരുത്, ഒരാളും കൊടുക്കരുത്. ചിലപ്പോ മറ്റേ നേരം വിളിച്ച് എടുക്കാനൊക്കെ പറയും, ഇല്ലേ? എടുക്കാനൊക്കെ വേറൊന്നും വീഴരുത്, നേരൊന്നും വിളിച്ച് എടുത്തു കൊടുക്കരുത്. സ്വന്തമായിട്ടൊരു സമ്പാദ്യം സ്ത്രീകൾക്ക് ഉണ്ടാകും, അഭിമാനത്തോടു കൂടി. അപ്പൊ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അതിനാണ് പിങ്ക് ചിട്ടി തുടങ്ങുന്നത്. ഇതിലൂടെ ഉണ്ടാകുന്ന ലാഭമെല്ലാം ആ പിങ്ക് ചിട്ടിയിലേക്ക് മാറ്റി. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ മനോഹരമായ പ്രമാണത്തിൽ ഇത്രയും നല്ലൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം
പുതിയ വെസൽ എത്തുന്നതോടെ പശ്ചിമ കൊച്ചിയിലേക്കും നഗരത്തിലേക്കുമുള്ള യാത്ര കൂടുതൽ സുഗമവും ആധുനികവുമായി മാറും. നഗരസഭയുടെ ഈ മികച്ച ചുവടുവെപ്പ് അഭിനന്ദനാർഹമാണ്. കൊച്ചിയെ ലോകോത്തര ടൂറിസം കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വലിയ വികസന പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അത്യാധുനിക രീതിയിലുള്ള ഓഷ്യനേറിയം, ഫിലിം സിറ്റി, രാജ്യാന്തര നിലവാരത്തിലുള്ള മാരിടൈം മ്യൂസിയം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമായി കൊച്ചി മാറും. പൊതുഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോറോ സർവീസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച കൊച്ചി നഗരസഭയുടെ തീരുമാനം പ്രശംസനീയമാണ്. ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം അവരുടെ സ്വന്തം സമ്പാദ്യമായി മാറ്റിവെക്കണം. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ആത്മവിശ്വാസവും അഭിമാനവും വളർത്താൻ ഇത്തരം സ്വന്തം സമ്പാദ്യങ്ങൾ സഹായിക്കുമെന്നും അതിനായി KSFE വഴി ഒരു പിങ്ക് ചിട്ടി ആരംഭിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റോറോയിൽ യാത്ര ചെയ്യുന്ന വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച കൊച്ചി നഗരസഭയുടെ ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സ്ത്രീ സൗജന്യ യാത്രയ്ക്കായി KSILC തയ്യാറാക്കിയ സീറോ ടിക്കറ്റിന്റെ ആദ്യ വിതരണം കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾക്ക് നൽകി മുഖ്യമന്ത്രി നിർവഹിച്ചു. MLA മാരായ മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, TJ വിനോദ്, ദീപക് ജോയ്, കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ, KSILC മാനേജിംഗ് ഡയറക്ടർ R ഗിരിജ, CSMLC EO അരുൺ N നായർ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് C&MD VJ ജോസ്, ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാമത്തെ വെസലായ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സേതു സാഗർ 3 അത് സ്മാർട്ട് സിറ്റി ഫണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ ലഭിച്ചപ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2025 ഏപ്രിൽ 30 മുൻ മേയർ ശ്രീ അനിൽകുമാറാണ് ഈ പദ്ധതിയുടെ കീഴിടൽ കർമ്മം ഷിപ്പ്യാർഡിൽ നിർവഹിച്ചത്. ഇന്ന് ഈ കപ്പൽ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഇതിന്റെ യാത്രയുടെ തുടക്കം കുറിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഈ പരിപാടിയിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വേളയിൽ പ്രഖ്യാപിക്കാൻ അതിയായ സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്ത്രീകളുടെ സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനായി റോറോ കപ്പലുകളിലെ യാത്ര അവർക്കായി പാസഞ്ചർ ചെയ്യുന്ന സ്ത്രീകൾക്കായി പൂർണ്ണമായും സൗജന്യമാക്കുന്ന പദ്ധതി കൂടി ഇന്ന് ഇന്ദിരാ യാത്ര എന്ന പേരിൽ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ അവസരത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം.